ഹലോ കുഞ്ഞുമണീസ്, ഇന്ന് നമ്മൾ ചിക്കൻ വയ്ക്കുന്ന രീതിയാണ്. അതിനുവേണ്ടി ഗ്യാസിലോട്ട് പാത്രം വെച്ച ശേഷം വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം സവാള, അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഈ വെളിച്ചെണ്ണയിലോട്ട് ഇടുക. കാര്യം കുറച്ച് നേരം ഇത് ആ ചൂടിൽ കിടന്നൊന്ന് വാടിയാലേ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതിനുവേണ്ടി സവാള ഫുള്ളിട്ട് ഒരു 10-15 മിനിറ്റ് നല്ലതുപോലെ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ സവാള നല്ല വാടിയതുപോലെ ഇങ്ങനെ വരും. കുറച്ച് നേരം ഇങ്ങനെ വാടിയ മണം വരുമ്പോൾ നമ്മൾ ചതച്ച് വെച്ചേക്കുന്ന ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കൂടി അതിലോട്ട് മിക്സ് ചെയ്യുക. വീണ്ടും അത് മിക്സ് ചെയ്ത ശേഷം വീണ്ടും കുറച്ച് നേരം നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ട് നിൽക്കണം. കാര്യം അതിൻ്റെ ആ ഒരു പച്ച മണമൊന്ന് മാറിയ ശേഷം ഇഞ്ചിയും ഇതുപോലെ നമ്മൾ ചതച്ച് വെച്ചിട്ടുണ്ട്. ആ ചതച്ച ഇഞ്ചിയും വീണ്ടും അതിലിട്ടതിന് ശേഷം വീണ്ടും ഇളക്കി കുറേ നേരം നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ട് നിൽക്കണം. അപ്പോഴാ പച്ച മണം എല്ലാം മാറിയിട്ട് നല്ല കുഴഞ്ഞ രൂപത്തിൽ ഒരു പേസ്റ്റ് ഇതുപോലെ കിട്ടും. അതിലോട്ട് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ഈ ഇറച്ചി എടുത്ത് അതിലോട്ട് ഇടുക. ഇറച്ചിയിട്ട് വീണ്ടും കുറച്ച് നേരം ആ വാടിയ ഉള്ളിയുടെയും ഇഞ്ചിയുടെയും പേസ്റ്റ് വീണ്ടും എല്ലാ സൈഡിലും ഇളക്കി ചേർത്ത് കൊടുക്കുക. കുറച്ച് നേരം ഇങ്ങനെ ഇളക്കി ചേർത്ത ശേഷം അതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്ത് വീണ്ടും ഇതുപോലെ കുറേ നേരം നമ്മൾ ഇളക്കണം. സാധാരണ നമ്മളിങ്ങനെ കുറേ നേരം ഇങ്ങനെ ഇളക്കിയതിന് ശേഷം ഞങ്ങൾ അടുപ്പിലാണ് ഇറച്ചിക്കറി കൊണ്ട് വയ്ക്കുന്നത്. കാര്യം ആ ഇറച്ചിക്കറിക്കാണ് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. നമ്മൾ ഗ്യാസ് വേവിക്കുന്നതിനെക്കാട്ടിയും അടുപ്പിൽ കത്തിക്കുമ്പോൾ നല്ല ഇറച്ചിക്കൊക്കെ നല്ല സോഫ്റ്റും ആയിരിക്കും, നല്ല ടേസ്റ്റും ആയിരിക്കും. അതിനുവേണ്ടി നമ്മൾ വീണ്ടും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം മസാല നമ്മൾ വേണം. ചില ആൾക്കാർ ഈ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം മിക്സ് ചെയ്യണതിൻ്റെ കൂട്ടത്തിൽ തന്നെ മുളക് പൊടിയും മല്ലിപ്പൊടിയും എല്ലാം കൂടെ ഇട്ട് അതിൽ കൂടെ ഇട്ട് ചൂടാക്കിയിട്ട് ഇതിലോട്ട് ചേർക്കുന്നതാണ്. പക്ഷെ ഞങ്ങൾ വേറൊരു പാത്രം എടുത്ത് അതിലൊന്ന് ചൂടാക്കിയിട്ട് മല്ലിപ്പൊടിയും മുളക് പൊടിയും എല്ലാം ഇതിലോട്ടൊന്ന് ചൂടാക്കിയ ശേഷം നമ്മൾ ഇറച്ചിയിൽ തട്ടിക്കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് അതൊന്ന് വേറെ തന്നെയാണ്. അതൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. വീണ്ടും നമ്മൾ അതിലോട്ട് ഇതെല്ലാം കൂടെ തട്ടി ഇറച്ചിയിൽ മിക്സ് ചെയ്യണം. മിക്സ് ചെയ്ത് എല്ലാ സൈഡിലും പറ്റിയ ശേഷം നമ്മളെപ്പോഴും കാര്യം ഒരുപാട് ഇളക്കാനും പാടില്ലെന്നാണ് പറയുന്നത്. കാര്യം ഇത് പൊടിഞ്ഞു പോകുമെന്നാണ് പറയുന്നത്. പക്ഷേ ഞാനിങ്ങനെ ഇട്ട് ഇളക്കാറുണ്ട്. എല്ലായിടവും ഇളക്കി ഈ മസാല എല്ലായിടവും പിടിച്ച ശേഷം ഗരം മസാല ശകലം ഞാനിതിൽ തൂറ്റിയും കൊടുത്ത ശേഷം ഈ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ച മിക്സി ഉണ്ടല്ലോ, അത് ചെറിയതായിട്ടൊന്ന് കഴുകി അതിലൊഴിച്ച് എല്ലാ സൈഡും വീണ്ടും ഇളക്കി കൊടുക്കുക. അധികം വെള്ളം ഞാൻ ചിക്കനിൽ ഒഴിക്കാറില്ല. കാര്യം ചിക്കനിലെ വെള്ളമാണ്. അത് നല്ല തിളച്ച് വരുമ്പം ചിക്കനിൽ തന്നെ ഉള്ള വെള്ളം അതിലോട്ട് ഇറങ്ങിക്കോളും. അതിനുവേണ്ടി കുറച്ച് നേരം നമ്മളിങ്ങനെ ഇളക്കിയിട്ട് 2 പച്ചമുളക് കൂടെ അരിഞ്ഞിട്ട് കൊടുക്കും. അതിലോട്ട് തക്കാളി ഇടുന്നവരും ഉണ്ട്. പക്ഷെ ഞങ്ങൾക്ക് തക്കാളി അധികം ഇഷ്ടമല്ല. ഇട്ട് കൊടുത്തിട്ട് കുറച്ച് നേരം ഇങ്ങനെ വെച്ച് അടയ്ക്കുക. എന്നിട്ട് നമ്മൾ വീണ്ടും അടുപ്പ് കത്തിച്ചിട്ട് വേറൊരു പാത്രത്തിലാക്കി അടുപ്പിൽ വയ്ക്കും. അത് ഒരു പ്രത്യേക ടേസ്റ്റാണ്. കുറച്ച് ഇറച്ചി ഫ്രൈ ചെയ്യുന്നതിന് വേണ്ടി മാറ്റി വെച്ചിരുന്നു. അതിലോട്ട് ശകലം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, നേരത്തെ ചതച്ച് വെച്ചിരുന്നതിൻ്റെ ബാലൻസ് ഗരം മസാല, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതെല്ലാം കൂടെ ഇട്ട് അതിലോട്ടൊരു ശകലം വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് വീണ്ടും ഒന്ന് നല്ലപോലെ ഞവടി വെച്ച ശേഷം കുറച്ച് നേരം ഒരു 10-15 മിനിറ്റ് ഇങ്ങനെ ഞവടിയ ശേഷം ഞാനത് വീണ്ടും ഫ്രിഡ്ജിലോട്ട് എടുത്ത് വെച്ചു. ശേഷം കുറച്ച് കഴിഞ്ഞ് അതും ഒന്ന് വറുക്കുന്നതിന് വേണ്ടി വെച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. കുറച്ചൊരു വയ്യായ്ക കൊണ്ട് അതാണ് സൗണ്ടൊക്കെ ഒരു അസ്വസ്ഥത. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യത്തെ വീഡിയോകളാണ്. തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക.